ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 11-ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് അവസാനിക്കാൻ ഏതാനും കുറച്ച് സമയങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇനി നമ്മൾ അടുത്ത വോട്ടിംഗ് ബന്ധപ്പെട്ടിടുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. വോട്ടിംഗിൽ 1-ാം സ്ഥാനം എടുത്തതിന് ശേഷം ആർക്കും വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് ഷാനവാസ്. ഷാനവാസിന് ഇപ്പോൾ ഒരു കൂറ്റൻ വോട്ടിന്റെ ലീഡിന് തന്റെ 1-ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ സേഫ് ആക്കി പിടിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 2-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആര്യൻ തന്നെയാണ്. ആര്യനും ഈ പറയുന്ന പോലെ 2-ാം സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ആർക്കും ആ ഒരു സ്ഥാനം വിട്ടുകൊടുത്തിട്ടില്ല. ഒരുപാടധികം വോട്ടുകൾ ആര്യന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 3-ാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ വന്നിരിക്കുന്നത് അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ ഒരിടക്ക് പിന്നിലേക്ക് പോയൊരു മത്സരാർത്ഥിയായിരുന്നു. എന്തുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സമയത്ത് അക്ബർ ഖാന് ഒരുപാടധികം വോട്ടുകൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് നൂറയാണ്. നൂറ ആദ്യ സമയങ്ങളിലൊക്കെ 2ഉം 3ഉം സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ ഒരു സമയത്ത് നൂറക്ക് വോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അടുത്തതായിട്ട് 5-ാം സ്ഥാനത്തേക്ക് ഒരു ഡേഞ്ചർ സോൺ എന്ന് പറയാൻ പറ്റുന്നത് വേദലക്ഷ്മിയാണ്. വേദലക്ഷ്മിക്ക് വോട്ടും കാര്യങ്ങളൊക്കെ കുറച്ചേച്ച് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നിൽ തന്നെയാണ് ഈ പറയുന്ന വേദലക്ഷ്മി. അടുത്തതായിട്ട് 6-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നെവിനാണ്. നെവിൻ ഈ ഒരാഴ്ച പുറത്താക്കപ്പെടുമെന്നുള്ളത് ഏകദേശം 100% നമുക്ക് കൺഫേംഡ് ആക്കി പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 11-ാം ആഴ്ചയിലെ നോമിനേഷൻ ഇന്ന് രാത്രി 12 മണിക്ക് എല്ലാ വോട്ടിംഗ് ലൈൻസും ക്ലോസ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവരും തന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരാഴ്ച പുറത്താക്കപ്പെടാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള 2 മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ഒന്ന് വേദലക്ഷ്മിയും 2 നെവിനുമായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വോട്ട് അങ്ങനെ കയറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്